നമ്മൾ 20-ാം നൂറ്റാണ്ടിലെ വലിയ യുദ്ധങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാ? ഉറപ്പായും രണ്ടാം ലോകമഹായുദ്ധം വരും, പിന്നെ വിയറ്റ്നാം യുദ്ധം, അല്ലേ? പക്ഷേ ഈ രണ്ടിനുമിടയിൽ ചരിത്രത്തിൽ പലപ്പോഴും അത്ര ശ്രദ്ധ കിട്ടാതെ പോയ അതിഭീകരമായൊരു സംഘർഷമുണ്ട്. അതാണ് കൊറിയൻ യുദ്ധം. ശരിക്കും പറഞ്ഞാൽ ശീതയുദ്ധത്തിന് തുടക്കമിട്ട ആദ്യത്തെ വലിയൊരു തീപ്പൊഴിയായിരുന്നു അത്. അപ്പോൾ അധികമാരും പറയാത്ത ആ യുദ്ധത്തിന്റെ കഥകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതെ, എന്തുകൊണ്ടാണിതിനെ വിസ്മരിക്കപ്പെട്ട യുദ്ധം എന്ന് വിളിക്കുന്നത്? ഇതൊരു ചെറിയ ചോദ്യമല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു, ഒരു രാജ്യം രണ്ടായി പിളർന്നു. എന്നിട്ടും എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഘർഷം ചരിത്രപുസ്തകങ്ങളിൽ എവിടെയോ ഒരു ചെറിയ ഭാഗമായി ഒതുങ്ങിപ്പോയത്? ഈ മറവിക്ക് പിന്നിലെ കാരണങ്ങൾ നമ്മൾ തിരയുമ്പോൾ അത് നമ്മളെ പലതും പഠിപ്പിക്കും. ഇതിന്റെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധത്തിന് പലയിടത്തും പല പേരുകളാണ്. ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഇത് ഫാദർലാൻഡ് ലിബറേഷൻ വാറാണ്, അതായത് മാതൃരാജ്യത്തെ വിമോചിപ്പിക്കാനുള്ള യുദ്ധം. എന്നാൽ ദക്ഷിണ കൊറിയക്കാർക്കിത് 625 യുദ്ധമെന്നാണ് അറിയപ്പെടുന്നത്. കാരണം ജൂൺ 25-നാണ് ആ കറുത്ത ദിനം തുടങ്ങിയത്. ഇനി അമേരിക്കയുടെ കാര്യം നോക്കിയാലോ? അവർക്കിത് വിസ്മരിക്കപ്പെട്ട യുദ്ധം, ദ ഫൊഗോട്ടൻ വാർ. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വലിയ നിഴലിനും വിയറ്റ്നാം യുദ്ധത്തിന്റെ കോളിളക്കത്തിനുമിടയിൽപ്പെട്ട് ഇത് പലരും മറന്നുപോയി. അപ്പോൾ നോക്കൂ, ഒരൊറ്റ സംഭവം, പക്ഷെ ഓരോരുത്തരും ഓർക്കുന്നത് ഓരോ രീതിയിലാണ്. അപ്പു ശരി, ഇതെല്ലാം എങ്ങനെയാണ് തുടങ്ങിയത്? ഈ സംഘർഷത്തിന്റെ തുടക്കം എവിടെയായിരുന്നു? അതിന് നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം, രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ആ സമയത്തേക്ക്. എല്ലാം തുടങ്ങിയത് ഒരു വരയിൽ നിന്നാണ്, വെറുമൊരു വര. 1945-ൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ കൊറിയയെ തൽക്കാലത്തേക്ക് വിഭജിക്കാൻ തീരുമാനിച്ചു. 38-ാം സമാന്തര രേഖയുടെ വടക്ക് സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലും തെക്ക് അമേരിക്കയുടെ നിയന്ത്രണത്തിലുമായി. പക്ഷേ ഇത് താൽക്കാലികമായിരുന്നില്ല. 1948 അവിടെ രണ്ട് ശത്രുരാജ്യങ്ങൾ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. വടക്ക് കമ്മ്യൂണിസ്റ്റ് DPRKയും തെക്ക് ROKയും. അടുത്ത വർഷം, അതായത് 1949-ൽ ഈ അമേരിക്കൻ സോവിയറ്റ് സൈന്യങ്ങൾ അവിടുന്ന് പിൻവാങ്ങി. അവർ പോയപ്പോഴെന്താ സംഭവിച്ചത്? പരസ്പരം വെറുക്കുന്ന, പോരടിക്കാൻ തയ്യാറായി നിൽക്കുന്ന രണ്ട് കൊറിയകളെ അവിടെ ഉപേക്ഷിച്ചു. പിന്നെ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 1950 ജൂൺ 25-ന് ഉത്തര കൊറിയ തെക്കോട്ട് ഒരു പൂർണ്ണമാഷ്ടാപ ആക്രമണം അഴിച്ചുവിട്ടു. ആ ആക്രമണം ശരിക്കും ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. ഉത്തരകൊറിയക്കാർ അതിന് പോക്പോങ് എന്ന് തന്നെയാണ് പേരിട്ടത്, അതായത് കൊടുങ്കാറ്റ്. സോവിയറ്റ് യൂണിയൻ കൊടുത്ത ടാങ്കുകളും പീരങ്കികളുമായി അവർ ഇരച്ചു കയറിയപ്പോൾ ദക്ഷിണ കൊറിയൻ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ ശരിക്കും പകച്ചുപോയി. ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ തലസ്ഥാനമായ സോൾ ഉത്തര കൊറിയ പിടിച്ചെടുത്തു. അപ്പോൾ യുദ്ധത്തിന്റെ ആദ്യത്തെ ഒരു വർഷമെന്ന് പറയുന്നത് ശരിക്കും ഒരു സീസോ കളി പോലെയായിരുന്നു. ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ. അധികാരം ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് അതിവേഗം ആടിക്കളിച്ചു. തുടക്കത്തിൽ ഉത്തര കൊറിയയുടെ മുന്നേറ്റം അൺസ്റ്റോപ്പബിളായിരുന്നു. തടയാൻ ആർക്കും കഴിഞ്ഞില്ല. UN സൈന്യവും ദക്ഷിണ കൊറിയൻ സൈന്യവും തോറ്റു പിന്മാറി. അവസാനം കൊറിയൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള പുസാൻ എന്നൊരു ചെറിയ സ്ഥലത്ത് അവർ ഒതുങ്ങിപ്പോയി. എല്ലാവരും കരുതി കഴിഞ്ഞു, യുദ്ധം, ഉത്തര കൊറിയ ജയിച്ചുവെന്ന്. പക്ഷേ കഥ അവിടെ തീർന്നില്ല. അപ്പോഴാണ് ജനറൽ ഡഗ്ലസ് മക്കാർത്തറുടെ ആ മാസ്റ്റർ സ്ട്രോക്ക് വരുന്നത്, ഇഞ്ചിയോൺ ലാൻഡിംഗ്. അതൊരു ഗംഭീര പ്ലാനായിരുന്നു. ഉത്തര കൊറിയക്കാർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് അവരുടെ സൈന്യത്തിന് പിന്നിലായി UN സൈന്യം കടലിൽ നിന്ന് വന്നിറങ്ങി. അതോടെ ഉത്തര കൊറിയയുടെ സപ്ലൈ ലൈൻസ് മുഴുവൻ കട്ടായി. ഒറ്റയടിക്ക് യുദ്ധത്തിന്റെ ഗതി മാറിമറിഞ്ഞു. UN സൈന്യം വടക്കോട്ട് ഒരു കുതിപ്പ് തന്നെ നടത്തി നേരെ ചൈനയുടെ അതിർത്തിയായ യാലു നദി വരെ അവരെത്തി. യുദ്ധം തീർന്നുവെന്ന് UN സൈന്യം കരുതിയപ്പോഴാണ് കളിയിലേക്ക് പുതിയൊരു പ്ലെയർ വരുന്നത്, ചൈന. അമേരിക്കൻ സൈന്യം തങ്ങളുടെ അതിർത്തി വരെ എത്തിയത് അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചില്ല. പകരം സന്നദ്ധ പ്രവർത്തകർ എന്ന പേരിൽ ലക്ഷക്കണക്കിന് ചൈനീസ് പട്ടാളക്കാർ യാലു നദി കടന്ന് കൊറിയയിലേക്ക് ഇറച്ചുകയറി. അതൊരു മനുഷ്യ തിരമാല പോലെയായിരുന്നു. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ UN സേന ശരിക്കും ഞെട്ടിപ്പോയി. അവർക്ക് അതിവേഗം പിന്മാറേണ്ടി വന്നു. അങ്ങനെ യുദ്ധം വീണ്ടും തലകീഴായി മറിഞ്ഞു, പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നു. അപ്പോൾ ആ മുന്നേറ്റങ്ങളുടെയും പിന്മാറ്റങ്ങളുടെയും ഒക്കെ കാലം കഴിഞ്ഞു. അടുത്ത 2 വർഷത്തേക്ക് ഈ യുദ്ധം ഒരു സ്തംഭനാവസ്ഥയിലായി. ഒരിഞ്ച് മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാൻ പറ്റാത്ത, എന്നാൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു ഭീകരമായ അവസ്ഥ. ജനറൽ മക്കാർത്തറിന് പോലും ഇത് മുൻകൂട്ടി കാണാൻ പറ്റിയിരുന്നു. അദ്ദേഹം 1951-ൽ പറഞ്ഞതുപോലെ യുദ്ധമുന്നണി ഒരു സ്തംഭനാവസ്ഥയിൽ എത്തുമെന്ന് ഉറപ്പായിരുന്നു. സംഭവിച്ചതും അതുതന്നെ. ആരും ജയിക്കാത്ത, എന്നാൽ എല്ലാവരും തോൽക്കുന്ന ഒരുതരം പോരാട്ടമായി അത് മാറി. ഏകദേശം 38-ാം സമാന്തര രേഖയുടെ അടുത്ത് യുദ്ധം ഫ്രീസായിപ്പോയി. പിന്നെ നടന്ന പോരാട്ടം വലിയ രാജ്യങ്ങൾ പിടിച്ചെടുക്കാനൊന്നുമായിരുന്നില്ല, വെറും കുന്നുകൾക്ക് വേണ്ടിയായിരുന്നു. പോർക്ക് ചോപ്പ് ഹിൽ, ബ്ലഡി റിഡ്ജ്, ഹാർട്ട് ബ്രേക്ക് റിഡ്ജ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ അവിടത്തെ അവസ്ഥ. വെറും പേരുകളല്ലാതെ ഓരോ കുന്നിനും പറയാനുള്ളത് അവിടെ വീണ ചോരയുടെയും തകർന്ന ഹൃദയങ്ങളുടെയും കഥകളാണ്.
ഇനി ഈ യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ നമുക്ക് ചില കണക്കുകളിലേക്ക് നോക്കാം. ഏകദേശം 30 ലക്ഷം ആളുകളാണ് ഈ യുദ്ധത്തിൽ മരിച്ചത്. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, 30 ലക്ഷം. അതിൽ തന്നെ ഭൂരിഭാഗവും സാധാരണക്കാരായ കൊറിയൻ ജനതയായിരുന്നു. അതുപോലെ അമേരിക്ക ഉത്തര കൊറിയയുടെ മുകളിൽ വർഷിച്ച ബോംബുകളുടെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 6,35,000 ടൺ. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, രണ്ടാം ലോകമഹായുദ്ധത്തിൽ പസഫിക് മേഖലയിൽ മുഴുവൻ വർഷിച്ചതിനേക്കാൾ കൂടുതൽ ബോംബുകളാണ് ഈ കൊറിയ എന്ന ചെറിയ രാജ്യത്തിട്ടത്. അതോടെ ആ രാജ്യം ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു. അമേരിക്കയുടെ ഭാഗത്തും നഷ്ടം ചെറുതായിരുന്നില്ല. ഏകദേശം 36,515 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും വെറും നമ്പറുകളല്ല, ഓരോന്നും ഓരോ ജീവനായിരുന്നു, ഓരോ കുടുംബത്തിന്റെ വേദനയായിരുന്നു. ഇങ്ങനെ മുന്നോട്ടു പോകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായപ്പോൾ ചർച്ചകൾ തുടങ്ങി. പക്ഷേ എന്തുകൊണ്ടാണ് ആ ചർച്ചകൾ ഒരു സമാധാനത്തിലെത്താതിരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും ഈ യുദ്ധത്തെ അവസാനിക്കാത്ത സംഘർഷം എന്ന് വിളിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ അർമിസ്റ്റിസ് അഥവാ വെടിനിർത്തൽ കരാറെന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതൊരു സമാധാന ഉടമ്പടിയല്ല, യുദ്ധം നിർത്താനല്ല, പകരം വെടിവെപ്പ് തൽക്കാലത്തേക്ക് നിർത്താനുള്ളൊരു കരാർ മാത്രം. അതായത് ഇരുപക്ഷവും തോക്കുകൾ താഴെ വെച്ചു, അത്രയുള്ളൂ. സാങ്കേതികമായി പറഞ്ഞാൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചിട്ടില്ല. ഈ ചർച്ചകൾ 2 വർഷത്തോളം നീണ്ടുപോയി. അതിനെ പ്രധാന കാരണം യുദ്ധത്തടവുകാരുടെ വിഷയമായിരുന്നു. പിടിക്കപ്പെട്ട ആയിരക്കണക്കിന് ചൈനീസ് ഉത്തര കൊറിയൻ പട്ടാളക്കാർക്ക് അവരുടെ നാട്ടിലേക്ക്, അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് തിരികെ പോകാൻ താൽപ്പര്യമില്ലായിരുന്നു. ഇത് വെറുമൊരു തടവുകാരുടെ കൈമാറ്റമായിരുന്നില്ല, അതൊരു വലിയ ആശയപരമായ പോരാട്ടമായി മാറി. ഒടുവിൽ 1953 ജൂലൈ 27 ആ വെടിവയ്പ് നിന്നു. പോരാട്ടം അവസാനിച്ചു. പക്ഷേ ഓർക്കുക, ഒരു സമാധാന ഉടമ്പടിയിൽ ആരും ഒപ്പുവെച്ചില്ല. അതുകൊണ്ടുതന്നെ ആ യുദ്ധം അന്നും ഇന്നും സാങ്കേതികമായി അവസാനിച്ചിട്ടില്ല. ആ വെടിനിർത്തൽ കരാറിന്റെ ഫലമായി ഉണ്ടായ ഒന്നാണ് കൊറിയൻ DMZ, അതായത് സൈനികരഹിത മേഖല. ഏകദേശം 4 കിലോമീറ്റർ വീതിയുള്ള ഒരു ബഫർ സോൺ. പക്ഷെ പേരിൽ സൈനികരഹിതം എന്നൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈനിക സാന്നിധ്യമുള്ള, ഏറ്റവും അപകടകരമായ അതിർത്തികളിലൊന്ന് ഇതാണ്. ഒരു വിരോധാഭാസമല്ലേ? അപ്പോ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ട് പോരാട്ടം നിർത്തി. പക്ഷേ 70 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ചോദ്യം ബാക്കിയാണ്: എപ്പോഴാണ് ഈ യുദ്ധം ശരിക്കും അവസാനിക്കുക? കൊറിയൻ ഉപദ്വീപ് ഇന്നും ഒരു നൂൽപ്പാലത്തിലൂടെയാണ് നടക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു വെടിനിർത്തലിന്റെ നൂൽപ്പാലം. ഈ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: പരിഹരിക്കപ്പെടാത്ത സംഘർഷങ്ങൾ തലമുറകളോളം നിലനിൽക്കും. ആ ചോദ്യം ഇപ്പോഴും അവിടെ മുഴങ്ങുന്നുണ്ട്: ഈ യുദ്ധത്തിന് എന്നൊരു അന്ത്യമുണ്ടാകും?